ഒരു ആൺകുഞ്ഞ് ജനിക്കാൻ എന്തെങ്കിലും ഒരു ആത്മീയ മാർഗം പറഞ്ഞു തരുമോ? പെൺകുട്ടികളൊക്കെ ഉണ്ട്, ഒരു ആൺകുഞ്ഞിന് വലിയ ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ആത്മീയ മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് കമന്റിലൂടെയും മറ്റുമൊക്കെ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. അത്തരം ആളുകൾക്കുള്ള ഒരു ആത്മീയ പരിഹാര മാർഗമാണ് ആൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വീഡിയോ വളരെ ചെറിയ, കാണാൻ ഒരു പക്ഷെ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, എങ്കിലും അമൂല്യമായ അറിവുകൾ മാത്രമാണ് പറയാറുള്ളത്. നിങ്ങൾ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം. നിങ്ങൾ ആൺകുട്ടികൾ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ചെയ്യേണ്ടത്, അവരുടെ ഭർത്താക്കന്മാർ, ഓരോ ഭർത്താക്കന്മാരുമാണ് ചെയ്യേണ്ടത്. ഭർത്താക്കന്മാർ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ച്, ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്, ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് ഇനി ഞാൻ പറയുന്ന ദിക്ർ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദൻ ഫജ്അൽഹു ലി ദക്റാ. ഒന്നുകൂടി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദൻ ഫജ്അൽഹു ലി ദക്റാ. ഈ ദിക്റിനെ പല തവണകളായി നിങ്ങൾ ചൊല്ലുക. ഭർത്താവ് ഭാര്യയുടെ വയറ്റത്ത് കൈവച്ചിട്ടാണ് ഇത് ചൊല്ലേണ്ടത്. ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉളൂ ചെയ്തിട്ട് മനസ്സറിഞ്ഞ ഖിബ്ലയിലേക്കൊക്കെ തിരിഞ്ഞു നിന്ന് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം മനസ്സറിഞ്ഞ് പറയുക. റബ്ബേ, എനിക്കൊരു ആൺകുട്ടി ജനിക്കണം, എൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്ന് മനസ്സറിഞ്ഞ് കണ്ണീരോടുകൂടി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ആ ദുആ സ്വീകരിച്ചാൽ, ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ദുആ സ്വീകരിച്ചാൽ നമുക്കൊരു ആൺകുഞ്ഞ് ജനിക്കാൻ ഇതൊരു കാരണമാകും. ഇൻഷാ അല്ലാഹ് ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് മനസ്സറിഞ്ഞ് റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് നോക്കൂ. അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരട്ടെ. വീണ്ടും കാണാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.